നീ പോകുന്നില്ല. Come on. Hey, what are you doing? He is not medically fit. ഇയാൾ അയക്കാൻ പാടില്ല. If that is the case, I want to see the medical certificate. I'll show it in the office. Sir, I cannot allow you to do this until you show me the certificate or commander's order. നിന്റെ അനുവാദം വേണ്ട, ഞാൻ ഇവനെ കൊണ്ടുപോകും. Sir, you cannot. മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. Sir, നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ കുറ്റമാണെന്ന് നിങ്ങൾക്കറിയില്ല. ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അപ്രൂവ് ചെയ്ത ലിസ്റ്റാണിത്. ആരുടെയും തോന്നിയവാസത്തിന് ഇത് മാറ്റാൻ ഒക്കില്ല. You may even get a court martial. I don't care. I am ready to face any consequences for this. You do whatever you can. നീ പേടിക്കണ്ട, നിന്റെ ലീവ് ഞാൻ സാങ്ഷൻ ചെയ്തു. നീ ഉടനെ നാട്ടിലേക്ക് പോകണം. അതെ, ഒരു ഇന്ത്യൻ പൗരന് ജാമ്യം കിട്ടാൻ 75,000 രൂപ. ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒരൊറ്റ പോലീസുകാരൻ എന്റെ കൊട്ടകയിൽ കയറി ചക്കാത്തിന് സിനിമ കാണില്ല. ഒരെണ്ണത്തിന് ഫ്രീ പാസ് കൊടുത്തു വരും. നന്ദിയില്ലാത്ത ജാതികൾ. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടിയും. ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അതാ അവനൊരു അബദ്ധം പറ്റിയതാ. എനിക്കല്ലേ അബദ്ധം പറ്റിയത്? ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇത് മസിലൊന്നുമല്ല, മുഴുവൻ നീരാ. ഇരിക്കുമായിരുന്നു. മുതലാളിയുടെ ആക്ഷൻ കണ്ടപ്പോ വേഗം ഒരു സോഡ വാങ്ങിച്ചിട്ട് പോയെന്ന് അവൻ ധരിച്ചു പോലും. അതിനുവേണ്ടി ഓടിയെന്ന് അവൻ പറയുന്നത്. അപ്പൊ ഞാനൊരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ? എന്നാൽ ഒരുത്തന് ഇടി കൊടുക്കാനുണ്ട്. ആർക്ക്? ആ കുഞ്ഞുകുട്ടന്. എല്ലാത്തിനും കാരണം അവനാ. അവനെ ഞാൻ ഓ, ഇവനും എത്തിയോ? ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചേ തീരും. ആ കേരളിൽ വന്ന് താക്കോൽ വാങ്ങിച്ചിട്ട് പോയോ? ആ പോയി. വൃത്തിയാക്കിയിട്ടിരിക്കുകയാണോ? പല ബാങ്കുകളിലായി എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല. പക്ഷെ കരിവട്ടൂർ, ഉടുമ്പന്തറ, പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടക എന്റേതാ. മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജൗളിക്കടയും മറ്റാരുടെയുമല്ല. അങ്ങനെയുള്ള എനിക്ക് ഒരു പീണ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വശം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ. എനിക്ക് തരാൻ? അതെ, ഞാൻ 20 ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു. ഷഡ്ഡിയോ? അയാൾ തന്നില്ലേ? മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരനെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഷഡ്ഡി കൊടുത്തയച്ചത് ആർക്ക്, എന്തിന്? അത് ശരി, ആ കുഞ്ഞുകുട്ടനൊന്ന് വിളിക്കൂ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. കുഞ്ഞുകുട്ടൻ എന്ത് ചെയ്തു? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ച് തരാമെന്ന് പറഞ്ഞത്. എന്താ? മീനാക്ഷിയെ? എത്രയോ സ്വർണമാലകൾ, സാരികൾ, വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഒടുവിൽ നിങ്ങൾക്ക് 20 ഷഡ്ഡി. തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു. അവൻ വന്നില്ല. ഒടുവിൽ അവൻ പറഞ്ഞയച്ചത് എന്താണെന്നറിയോ? ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചു തരാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലെന്ന്. ശരിയാണോ? നിങ്ങൾക്ക് എന്താ പ്രാന്തമുണ്ടോ? മീനാക്ഷി എന്റെ മകളാ. അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് കുഞ്ഞുകുട്ടനല്ല തീരുമാനിക്കുന്നത്. എന്താടാ ഇവിടെ? ആരാ ഇവരൊക്കെ? ഞാൻ ഇവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. എന്താ? കുഞ്ഞുകുട്ടൻ അങ്ങനെ വാക്ക് കൊടുത്തു അത്രേ. എന്നിട്ട് ഷഡ്ഡി മീനാക്ഷിക്ക് കൊടുക്കാനെന്നും പറഞ്ഞ് ഇയാളുടെ പല പല സാധനങ്ങളും വാങ്ങിച്ചു എന്നാ പറയുന്നത്. പറയുന്നതെല്ലാം സത്യമാണ്. ലോക്കപ്പിൽ കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു, ജീവിതം പഠിച്ചു. ഇനി ഒളിച്ചു കളിയില്ല. ഒന്നുകിൽ മീനാക്ഷി, അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ. രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. കുടുംബത്തിൽ കയറി വന്ന് അസംബന്ധം പറയുന്നോ? കുഞ്ഞുകുട്ടാ, കുഞ്ഞുകുട്ടാ, എടാ കുഞ്ഞുകുട്ടാ, പഴങ്ങഞ്ഞു കുടിക്കുക. വിളിക്കടിയാ പഴങ്ങഞ്ഞ അങ്ങോട്ട്. ഇവിടെ വാടാ, ഇവിടെ വരാൻ. ഇവരീ പറയുന്നൊക്കെ നേരാണോ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ നിന്റെ ചുട്ട് കരിക്കൂടാ. അത്രക്കായോ? എന്നാ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ കൈ ധരിക്കുന്നു. വിടവനെ. കിട്ടൂടാ, നിന്നെ എനിക്ക് എന്റെ കൈ കിട്ടും. ഈ നാട്ടിൽ നിന്ന് പൊക്കോണം. എന്റെ കയ്യെ കിട്ടിയ വെട്ടിക്കൊന്ന് ഞാൻ കെട്ടിത്തൂക്കും. കുടുംബത്തിന് നാണം കെടുത്താൻ ജനിച്ച തെണ്ടി.
അമ്മ ഇനി ഒന്നും പറയണ്ട, ഞാൻ പോയി ചോദിക്കും. മീനുവിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാവണം. ആ അച്ഛമ്മയുടെ സ്വത്ത് മണമെന്ന് എനിക്ക് വേണ്ട, അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ. പക്ഷെ മീനുവിനെ തോന്നിയവർക്ക് കെട്ടിച്ചോർക്കുള്ള തള്ളയുടെ പൂതി ഉണ്ടല്ലോ കയ്യിലിരിക്കുള്ളൂ. അത് തന്നെ എന്റെ അഭിപ്രായം. ഗോവന്നൻകുട്ടി ഒന്നും പറയണ്ട. ഇവൻ ആരോടാ ചോദിക്കാൻ പോകുന്നത്? ഇവന്റെ അമ്മൂമ്മയും അമ്മാവന്മാരും അവിടെ ഉള്ളത്. ആ ഓർമ്മ വേണം. പിന്നെ അവരെന്നെ പിടിച്ച് മൂക്കി കയറ്റി കളയോ? കുട്ടിക്കാലത്ത് ഉറപ്പിച്ചു വെച്ച് ഈ കല്യാണത്തിന് ഇപ്പൊ സമ്മതമല്ല എന്ന് പറയാൻ എന്താ കാരണം? വേണ്ട മോനെ, നമ്മളായിട്ട് വഴക്കിനും വക്കാണത്തിനൊന്നും പോകണ്ട. അങ്ങനെ വിട്ടാ ശരിയാവൂല. അവൾ ഇറങ്ങി വരുമെങ്കിൽ ഞാൻ വിളിച്ചോണ്ടിരും. ആരെന്തൊക്കെ പൊല്ലാപ്പെട്ടാക്കിയാലും ശരി. മോനെ, ചേട്ടാ ഓടുന്നാ പറഞ്ഞത്. ഛേ. മീനു, മീനാക്ഷി, നീ എന്താ ഇവിടെ? ഇനി വരില്ല. അവസാനമായിട്ടൊന്ന് വന്നതാ. മീനുവിനെ വിളിച്ചുകൊണ്ടുപോവാൻ. അവൾ വരാൻ തയ്യാറാണെങ്കിൽ. മീനു, നീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. അവൾ എന്റെ പെണ്ണാ. അങ്ങനെയല്ലേ കുഞ്ഞുനാൾ പോലെ നിങ്ങൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളത്? എന്താ വലിയ മോൻ എതിർപ്പുണ്ടോ? എടാ, എനിക്ക് എതിർപ്പുണ്ടോ ഇല്ലയോ? എതിർപ്പുണ്ടായാലും അവൾ വന്നാൽ ഞാൻ കൊണ്ടുപോകും. ആരെയാടാ അത്? എന്താടാ നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ രണ്ടിലൊന്നും അറിയാനാ വന്നിരിക്കുന്നേ. നിങ്ങൾ മീനുവിന് വേറെ ആളെ തിരക്കുന്നു കേട്ടു. എന്റെ കോക്കില് ജീവനോടത്തോളം കാലം അത് നടക്കില്ല. കൊച്ചു തമ്മിയോ? കയ്യെന്നെ വിടറാ. ഞാൻ ഇവരെ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കോളാം. മനസ്സിലാക്കാനൊന്നുമില്ല. ഞാൻ അവളെ കൊണ്ട് പോവും. മീനാക്ഷി, നീ വരുന്നു. നീ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഓടിയകത്ത്. അകത്തോട്ട് പോവാൻ ഇവിടെ വരെ. പിടിച്ച് മാറ്റടാ അവളെ. എടാ, പിടിച്ച് മാറ്റാൻ. അവളെ ചേരുത്. വെട്ടിക്കൊന്ന് കുടിച്ചു കൂടി ഞാൻ ജയിലിൽ പോയാലും ഇവന്റെ കൂടെ പറഞ്ഞിട്ടില്ല. കൊണ്ടുപോടാ. ഈ പഠിക്കാത്ത കൊന്നുകളെ ഞാൻ ഉളവർത്ത്. കൊല്ലണ്ടേ? മണി, ആദ്യം എന്നെ കൊല്ലടാ. അമ്മയാണെന്ന് വിചാരം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങണ ഈ പടിയുന്ന്. എനിക്ക് വേണ്ട ഇവിടുത്തെ പെണ്ണിനെ. നിനക്കും വേണോടാ. തളർന്നു കിടന്ന് നിന്റെ അച്ഛനെയും നമ്മളെ നട്ടപ്പാതിരേക്ക് ചവിട്ടി ഇറക്കി കഥ അടച്ച ദ്രോഹികളുടെ വീടായത്. നിന്റെ അച്ഛനെ കൊന്ന പിശാചുക്കളാ ഇവര്. ഇവിടുത്തെ പെണ്ണിനെ നിനക്ക് വേണ്ട, എനിക്കും വേണ്ട. കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ഏത് കൊമ്പത്താണെങ്കിലും കെട്ടിച്ചു വിട്ടു. കുഞ്ഞിലെ പറഞ്ഞു കൊതിപ്പിച്ചതുകൊണ്ട് എന്റെ മോൻ അല്പം മോഹിച്ചു പോയി. സാരമില്ല, ക്ഷമിച്ചോളും. ക്ഷമിക്കാനും മറക്കാനും ഞാനും അവനെ പഠിപ്പിച്ചോളാം.